ഗുഡ്നസ് ടിവിയുടെ ദ ചോസന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും നമ്മുടെ കൂടെയുള്ളത് ഫാദർ ഫ്രാൻസിസ്കോ ആണ്. അച്ഛനോടൊപ്പമുള്ള വിശേഷങ്ങൾ തീർന്നിട്ടില്ല. നമുക്ക് അച്ഛൻ്റെ കൂടുതൽ വിശേഷങ്ങൾ കേൾക്കാം. അച്ഛ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ അച്ഛൻ്റെ ഇറ്റലിയിലുള്ള അച്ഛൻ്റെ ആ ഒരു മിഷനെ കുറിച്ചൊക്കെ പറഞ്ഞു നിർത്തി. അപ്പോൾ അച്ഛനാണെങ്കിൽ ഇറ്റലിയിലേക്ക് ചെന്ന് കഴിഞ്ഞാണോ വിശുദ്ധ പാദ്രോപ്പിയെ കൂടുതൽ പരിചയപ്പെട്ടത്? അപ്പോൾ ആ ഒരു പാദ്രോപ്പിയുടെ ആ ഒരു സഭയിൽ ചേർന്നപ്പോൾ ഉള്ള ആ ഒരു എക്സ്പീരിയൻസസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാവോ? ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ കണക്ക് ചെറുപ്പത്തിൽ പാതിരപ്പിയുടെ ആ ഷ്രൈനിൽ പപ്പയൊക്കെ കൊണ്ടുപോയ ഒരു ഓർമ്മയുണ്ടായിരുന്നു. അവിടെയാണ് പോയതെന്ന് ഓർമ്മയില്ലായിരുന്നു. ഫോട്ടോസൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവിടെ ഞാൻ ചെറുതായിരുന്നപ്പോൾ എന്നെ കൊണ്ടുപോയിട്ടുണ്ടല്ലോ. അതൊക്കെ ഇവിടെ ഈ പ്രൊവിൻസ് വന്നതിന് ശേഷമാണ് തോന്നിയത്. പാതിരപ്പിയോനെ പറ്റി ഒത്തിരി വായിച്ചിട്ടുണ്ട്. പാതിരപ്പിയോയുടെയും പേര് ഫ്രാൻചെസ്കോ എന്നായിരുന്നു, എൻ്റെ പേര് തന്നെയായിരുന്നു. പാതിരപ്പിയോ പിന്നീടാണ് പിയോ എന്ന പേര് കിട്ടിയത് സഭയിൽ ചേർന്നതിന് ശേഷം. അപ്പോൾ അതൊക്കെ എനിക്ക് എൻ്റെ ലൈഫായിട്ട് ഞാൻ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി ലിങ്കുകളായിരുന്നു. ഇവിടെ വന്നു ചേർന്നതും അങ്ങനെ ഞാൻ ചൂസ് ചെയ്തതല്ലായിരുന്നു, അതായത് ഞാൻ എക്സ്പ്ലിസിറ്റായിട്ട് ചൂസ് ചെയ്തതല്ലായിരുന്നു. എനിക്ക് നൽകപ്പെട്ട പ്രൊവിൻസ് എന്ന് പറയാൻ മേൽ അത് ദൈവം തന്നതാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ആ വിശുദ്ധൻ്റെ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് അവിടെ നിന്ന് തന്നെ. വിശുദ്ധൻ താമസിക്കുന്ന ആശ്രമത്തിലാണ് എനിക്കിപ്പോൾ പോസ്റ്റിംഗ്, ആദ്യത്തെ പോസ്റ്റിംഗ് കിട്ടിയത്. അപ്പോൾ എല്ലാ ദിവസവും വിശുദ്ധൻ ജീവിച്ച ആ ചുമരുകൾ, വിശുദ്ധൻ്റെ മുറി, ഇതെല്ലാം കണ്ടുകൊണ്ടാണ് എൻ്റെ ജീവിതം ഓരോ ദിവസം ആരംഭിക്കുന്നത്. അതൊക്കെ എനിക്ക് ഒത്തിരി ഇൻസ്പയറിംഗ് ആണ്. വിശുദ്ധനെ അറിഞ്ഞത് അവിടെ വന്നതിന് ശേഷമാണ് ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട്. വിശുദ്ധനെ പറ്റി വായിച്ചിട്ടുണ്ട്. വിശുദ്ധൻ ഒത്തിരി കുമ്പസാരിക്കാൻ ഒത്തിരി മണിക്കൂറുകൾ ചിലവഴിച്ചതായിട്ടൊക്കെ വായിച്ചിട്ടുണ്ട്. അതൊക്കെ എനിക്ക് ഒത്തിരി മാതൃകയായിട്ട്, അത് അങ്ങനെയാവണം. ഒരു ഭാവിയിൽ ഒരു അച്ഛനാവുകയാണെങ്കിൽ പാദ്രി പിയോനെ പോലെ ഒത്തിരി നേരം കൺഫെഷന് വേണ്ടി മാറ്റി വെക്കണം. അങ്ങനത്തെ കുറച്ച് പ്ലാനുകളും സ്വപ്നങ്ങളൊക്കെ വിശുദ്ധനിൽ നിന്ന് കിട്ടിയതാണ്. അതെ, അപ്പൊ പാദ്രോപ്പിയെ ഇപ്പൊ ഒരു ഫേവറേറ്റ് സെയിന്റ് ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു അല്ലേ? ഓക്കെ അച്ഛ. അപ്പൊ അച്ഛന്റെ അവിടെ ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ലാറ്റിൻ റൈറ്റ് ആണല്ലോ. പക്ഷെ അച്ഛന്റെ പുത്തൻ കുർബാന ഈ ഇടയ്ക്ക് റീസെന്റ് ആയിട്ട് അതെയായിരുന്നു. അപ്പൊ ഇവിടെ വരുമ്പോ നമ്മള് സീറോ മലബാർ കുർബാനയിലായിരുന്നല്ലോ പുത്തൻ കുർബാന നടന്നത്. അതെ, അപ്പൊ അച്ഛൻ എങ്ങനെ പഠിച്ചു? അതിന് അച്ഛനെ ഹെൽപ്പ് ചെയ്തത് ആരൊക്കെയായിരുന്നു? ഞാൻ ഇവിടെ വന്നത് മെയ് 1 തീയതിയാണ്. മെയ് 24 ഓർഡിനേഷൻ. അപ്പോൾ എനിക്ക് ആ ഒരു ലിമിറ്റഡ് ടൈം ഉണ്ടായിരുന്നുള്ളൂ. കുർബാന നമ്മൾ പലപ്പോഴായിട്ടും കൂടിയതുകൊണ്ട് ഏകദേശം എന്തൊക്കെയാണ് നടക്കണേന്നുള്ളൊരു ബേസിക് ഐഡിയ ഉണ്ടായിരുന്നു. പിന്നെ അത് പഠിക്കാനായിട്ട് ഒരു ലാംഗ്വേജിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അത് വായിക്കാനും വാക്കുകളൊക്കെ വായിച്ചെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഞാൻ ഒത്തിരി പേടിയുണ്ടായിരുന്നു. പരിശുദ്ധാത്മാവിനോട് ഒത്തിരി പ്രാർത്ഥിച്ച് വായിക്കാനൊക്കെ ആയിട്ട് ഒത്തിരി കൃപ ചോദിച്ചൊക്കെയാണ് തുടങ്ങിയത്. എന്നെ പഠിപ്പിക്കാനായിട്ട് നമ്മുടെ നെല്ലിക്കുഴിയിലെ സെയിൻറ്റ് ജോസഫ് ചർച്ചിലെ വികാരി ഫാദർ പോൾ അവരാപ്പാട്ട്, അദ്ദേഹം ഒത്തിരി സഹായിച്ചു. എങ്ങനെയാണ് ഈ ലിറ്റർജിയുടെ മീനിങ് എന്താണ്, ഭയങ്കര റിച്ച് ട്രഡീഷനാണ് നമ്മുടെ സീറോ മലബാർ റൈറ്റ്. അതൊക്കെ ഒത്തിരി മനസ്സിലാക്കാൻ അച്ഛനെ എന്നെ സഹായിച്ചത്. സിംബോളിക്കായിട്ട് എന്തൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഒരു പുരോഹിതൻ എന്താണ് സീറോ മലബാർ ചർച്ചിൽ എന്നുള്ളതൊക്കെ മനസ്സിലാക്കി തന്ന അച്ഛനാണ് 24 ദിവസം കൊണ്ട്.
പിന്നെ എല്ലാ ദിവസവും ഞാൻ പോയി അച്ഛൻ്റെ കൂടെ നിന്ന് പുസ്തകം മറയ്ക്കുന്നതും പ്രാർത്ഥനകളെല്ലാം അച്ഛൻ കാണിച്ചു തരും. അതെല്ലാം ഞാൻ നോക്കി അങ്ങനെ ഫോളോ ചെയ്ത് 20 ദിവസം കൊണ്ട് നമുക്ക് ഏകദേശമൊക്കെ കുർബാനയായി. പിന്നെ പാട്ട് പയ്യെ ഒന്ന് നോക്കി പയ്യെ അച്ഛൻ തന്നെ ട്രെയിനിങ് തന്നു. അച്ഛൻ നന്നായിട്ട് പാടും, അപ്പോൾ അച്ഛൻ തന്നെ പറഞ്ഞു തന്നു. പിന്നെ എൻ്റെ കമ്പാനിയൻസ് ഇടയ്ക്ക് വിളിച്ച് പറയും എന്തൊക്കെയാണ് നീ മനപ്പാടാക്കേണ്ട പ്രാർത്ഥനകൾ, അങ്ങനത്തെ കുറച്ച് ഇവിടുത്തെ നാട്ടിൽ കൂടെ ഉണ്ടായിരുന്നവർ, അവർ അച്ഛന്മാരായി, അവരിടയ്ക്ക് പറഞ്ഞു തരുമായിരുന്നു. അവർ പറഞ്ഞു പേടിക്കൊന്നും വേണ്ട, ഞാൻ ധൈര്യമായിട്ടിരിക്കുന്നൊക്കെ ഒത്തിരി എൻകറേജ് ചെയ്യുമായിരുന്നു. ഓക്കെ. അപ്പൊ അവിടുന്ന് ഇറ്റലിയിൽ നിന്നൊക്കെ ഒത്തിരി ആളുകൾ ഈ പുത്തൻ കുർബാനയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നല്ലോ. അവർക്കൊക്കെ ഇവിടുത്തെ കുർബാനയും ഇതെല്ലാം കൂടിക്കഴിഞ്ഞ് അവരൊക്കെ ഷെയർ ചെയ്ത കാര്യങ്ങളൊന്ന് പറയൂ. അവർ വരേണ്ടത് ഒരു ആവശ്യമായിരുന്നു. കാരണം നമ്മുടെ ഓർഡിനേഷൻ്റെ റൈറ്റിൽ കാൻഡിഡേറ്റിനെ പ്രസൻറ്റ് ചെയ്യേണ്ടത് നമ്മുടെ സഭയുടെ പ്രൊവിൻസിൻ്റെ അധികാരികളാണ് പ്രസൻറ്റ് ചെയ്തത്. ബിഷപ്പിൻ്റെ മുമ്പിൽ കാൻഡിഡേറ്റ് യോഗ്യനാണെന്ന് പറയേണ്ട ഒരു ഭാഗമുണ്ട്. അതപ്പോൾ ചെല്ലേണ്ടത് നമ്മുടെ ഇറ്റാലിയൻ പ്രൊവിൻസിൽ ഒരു അച്ഛനായിരുന്നു. പ്രൊവിൻഷ്യലാണ് ശരിക്കും ചെല്ലേണ്ടിയിരുന്നത്. പ്രൊവിൻഷ്യലിന് ഒരു അസൗകര്യം മൂലം വരാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഒരു കൗൺസിലറും ഉണ്ടായിരുന്നു, ഒരു ജനറൽ കൗൺസിലറും ഒരു പ്രൊവിൻഷ്യൽ കൗൺസിലറും ഉണ്ടായിരുന്നു. അപ്പോൾ പ്രൊവിൻഷ്യൽ കൗൺസിലറാണ് എന്നെ പ്രസൻറ്റ് ചെയ്തത്. അതുകൂടാതെ തന്നെ എൻ്റെ കമ്പാനിയൻസ്, അവിടെ എൻ്റെ കൂടെ ആശ്രമത്തിൽ താമസിക്കുന്നവരുണ്ടായിരുന്നു, അവരെല്ലാവരും വന്നു. പിന്നെ അതുകൂടാതെ എൻ്റെ പ്രൊഫസേഴ്സും ഉണ്ടായിരുന്നു 2 പേര്. അങ്ങനെ ഒരു ഗുഡ് ഗ്രൂപ്പായിരുന്നു, 15 പേരടങ്ങുന്ന. അവർ നമ്മുടെ കുർബാന ആദ്യമായിട്ട് അന്നാണ് കാണുന്നത്. അപ്പോൾ ഞാൻ ചെല്ലണതാണ് അവർ അന്ന് കണ്ടത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ബുക്കൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തായിരുന്നു. മലയാളം ഞാൻ ഇറ്റാലിയനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് ജസ്റ്റ് അവർക്ക് നന്നായിട്ട് ഫോളോ ചെയ്യാൻ പറ്റി. അവരും ഇംപ്രസ്ഡ് ആയത് അതിൻ്റെ ഡെപ്തും ഇതിൻ്റെ റിച്ച് മീനിങ്ങിലുമാണ്. ഒത്തിരി ആ പ്രേയേഴ്സൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ പ്രേയേഴ്സാണ് നമ്മുടെ പ്രേയേഴ്സ്. ലാറ്റിൻ റൈറ്റിൻ്റെ സിമ്പിൾ പ്രേയേഴ്സാണ്, ഈസി പ്രേയേഴ്സാണ്, നമ്മുടെ നല്ല റിച്ച് ആയിട്ടുള്ള പ്രേയേഴ്സ്. അത് ഭയങ്കര ഇംപ്രസ്ഡ് ആയി. ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത പുസ്തകമൊക്കെ അങ്ങോട്ടേക്ക് തിരിച്ചു കൊണ്ടുപോയി. അപ്പൊ ഇനി അവിടെ ചെന്ന് ഇത് കണ്ടിന്യൂ ചെയ്യാൻ അവരോട് പറഞ്ഞു, അവിടെ ചെന്ന് കഴിയുമ്പോൾ നീ ഒന്നുകൂടെ പാടണം, അച്ഛൻ ഒന്നുകൂടെ പാട്ടി ഒരു നല്ലൊരു പാട്ട് കുർബാന നമുക്ക് ചൊല്ലണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പോയത്. അവിടെ പുത്തൻ കുർബാന ചൊല്ലാൻ അങ്ങനെ ഒരു ഇത് അവിടെ ഉണ്ട്? അതോ നാട്ടിൽ തന്നെ നമ്മൾ എവിടെയാണോ ജനിച്ചത് അവിടെ തന്നെ ചെയ്യണം, അങ്ങനെയാണോ? അല്ല, ശരിക്കും ആ പ്രൊവിൻസിന്റെ ആയതുകൊണ്ട് അവിടെയാണ് ശരിക്കും ഞാൻ ചൊല്ലേണ്ടിയിരുന്നത്. എനിക്കൊരു സ്പെഷ്യൽ കൺസെൻറ്റ് കിട്ടുമായിരുന്നു പ്രൊവിൻഷ്യൻ്റെ അടുത്ത്. ഞാൻ പ്രൊവിൻഷ്യനോട് പറഞ്ഞു എനിക്ക് നാട്ടിൽ എൻ്റെ ഓർഡിനേഷൻ നടത്തിയ കൊള്ളാമെന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്കും അത് വരാനൊരു ഒക്കേഷനാവും, ഇന്ത്യയൊക്കെ കാണാനൊരു ഒക്കേഷനാവും. അപ്പോൾ പ്രൊവിൻഷ്യലിന് അതൊരു ഗുഡ് ഐഡിയ ആയിട്ട് തോന്നി. പ്രൊവിൻഷ്യൽ പറഞ്ഞു ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞങ്ങളൊരു നല്ലൊരു ഗ്രൂപ്പ് ഉണ്ടാവും എന്ന് പറഞ്ഞ് ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് വഴി കിട്ടിയ ഒരു കൺസെൻറ്റാണ്. അച്ഛനപ്പോൾ ആഗ്രഹം ഈ നാട്ടിൽ തന്നെ നാട്ടിൽ നടത്താനായിരുന്നു ഓർഡിനേഷൻ. ഞാൻ എൻ്റെ ബാല്യവും എൻ്റെ വൊക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തതും ഒക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നും പഠിപ്പിച്ച സിസ്റ്റേഴ്സിനൊക്കെ വിളിക്കണമെന്ന്, എൻ്റെ കൂട്ടുകാരെയൊക്കെ വിളിക്കണമെന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ചോദിച്ചതാണ് പ്രൊവിൻഷ്യലിനോട്. അതെ, അപ്പൊ ഭയങ്കര ഹാപ്പി ആയി ഇവിടെ തന്നെ. അതെ ഒത്തിരി അതൊരു സ്വപ്നമായിരുന്നു, ഒരിക്കലും നടക്കില്ലെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന സ്വപ്നമാണ്. കാരണം അവിടെ നിന്ന് വരാനും അവിടെ നിന്ന് ഒത്തിരി നമുക്ക് എക്കണോമിക്കലി ഒത്തിരി സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ അതൊക്കെ ദൈവം നടത്തി തന്നു, ഒരു കുഴപ്പമില്ലാതെ അവർ വന്നു, എല്ലാം സമയത്തിന് നടന്നു, കാലാവസ്ഥ നമുക്ക് അനുകൂലമായിരുന്നു, എല്ലാം ഭംഗിയായിട്ട് പോയി. അപ്പൊ ഇനി ഇറ്റലിയിലെ അവിടുത്തെ പ്രൊവിൻസ്, അച്ഛൻ ഏത് പ്രൊവിൻസിൽ അവിടെ ആയിരിക്കുന്നത്? അവിടെ പാദ്രെ പ്രൊവിൻസിന്റെ പേര് പ്രൊവിൻഷ്യ ദി സന്താഞ്ചലെ പാദ്രെ പിയോ. ഇറ്റാലിയൻ സൗത്ത് ഇറ്റാലിയൻ പ്രൊവിൻസ് ആണ്, ഫോജ പ്രൊവിൻസ് എന്ന് പറയും. അപ്പൊ അവിടുത്തെ പ്രവർത്തനങ്ങൾ, അവിടുത്തെ നിങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഇവിടുത്തെ പോലെ തന്നെയാണോ അച്ഛന്മാർ ചെയ്യേണ്ട കാര്യങ്ങൾ? അതൊക്കെ എങ്ങനെയാ? അവിടെ നമുക്ക്, ഞാനായിരിക്കുന്നത് ഒരു ഷ്രൈനിലാണ്, പാദ്രെ പിയോയുടെ ഷ്രൈനിലാണ്. പാദ്രെ പിയോ ജീവിച്ച ആശ്രമത്തിലാണ്, 50 വർഷത്തോളം ജീവിച്ച ആശ്രമത്തിലാണ് എൻ്റെ പ്രവർത്തനം. ഞാൻ അവിടെയാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പിൽഗ്രിം ഷ്രൈൻ ആയതുകൊണ്ട്, തീർത്ഥാടന കേന്ദ്രം ആയതുകൊണ്ട് ആളുകളെ പാദ്രെ പിയോയെ പറ്റി പറഞ്ഞു കൊടുക്കുക, പാദ്രെ പിയോയുടെ ജീവിതം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക. പാദ്രെ പിയോയുടെ വേണ്ടിയിട്ട് ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഒത്തിരി പേര് വരുന്നുണ്ട്. അപ്പോൾ പാദ്രെ പിയോയുടെ ബ്ലെസ്സിങ് കൊടുക്കുക, പാദ്രെ പിയോ താമസിച്ചിരുന്ന ആശ്രമങ്ങളൊക്കെ കൊണ്ടുപോയി കാണിക്കുക. അതെല്ലാം ഇംഗ്ലീഷ് ഗ്രൂപ്പുകളുണ്ട്, അപ്പോൾ അവരെയും സഹായിക്കുക. പിന്നെ അവിടുത്തെ സാക്രമെൻറ്റ്സ്, കൺഫെഷന് വേണ്ടിയിട്ട് ഒത്തിരി പേര് വരുന്നുണ്ട്, അപ്പോൾ അതിന് സഹായിക്കുക, അല്ലെങ്കിൽ ബ്ലെസ്സിങ്ങിന് സഹായിക്കുക. ഇതൊക്കെയാണ് എൻ്റെ മിനിസ്ട്രീസ്. പിന്നെ അതുകൂടാതെ തന്നെ ഞങ്ങളുടെ പ്രൊവിൻസിൻ്റെ വൊക്കേഷൻ പ്രൊമോട്ടേഴ്സിൽ ഒരാളാണ് ഞാൻ. അപ്പോൾ പ്രൊവിൻസിന് വേണ്ടിയിട്ട് ദൈവവിളി
ഉള്ള മക്കളിൽ നിന്ന് അവരുടെ ദൈവവിളി വളർത്തിക്കൊണ്ട് വരുവാനും അവരെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ടുള്ളൊരു ഡ്യൂട്ടി കൂടെ ഉണ്ട്. പിന്നെ വേറൊരു കാര്യമുള്ളത് അവിടെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടുത്തെ യങ്സ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്കൊരു ഫ്രാൻസിസ്കൻ സ്പിരിച്വാലിറ്റി പറഞ്ഞു കൊടുക്കുക, അങ്ങനത്തെ ഒരു മിഷനും അങ്ങനത്തെ ഒരു കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത് അവിടെ. അപ്പൊ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു അവിടുത്തെ വൊക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളാണെന്ന്. അവിടെ എങ്ങനെയാണ് ലൈക്ക് അച്ഛനാകാൻ വരാനൊക്കെ താല്പര്യം കാണിക്കുന്നവരാണോ ഇപ്പോഴത്തെ യൂത്ത്? നല്ല ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇറ്റലിയിൽ വൊക്കേഷൻ വളരെ കുറവാണ്. ഞങ്ങൾക്ക് 4 പേരെന്നൊക്കെ പറഞ്ഞ വലിയ ബിഗ് നമ്പറാണ് അതൊക്കെ. ഇവിടെ ഒരു വർഷം ചേരുന്നത് ചിലപ്പോൾ 27-28 സെമിനാരിയൻസ് ആയിരിക്കും. അവിടെ 4 പേരെന്ന് പറഞ്ഞാൽ ബിഗ് നമ്പറാണ്. ഞങ്ങളുടെ പ്രൊവിൻസിന് കമ്പാരിറ്റീവ്ലി നമ്പറുണ്ട്, കാരണം പാദ്രെ പിയോ എന്ന ഫിഗർ ഒത്തിരി ഇൻസ്പയർ ചെയ്യുന്ന ഒത്തിരി യങ്സ്റ്റേഴ്സ് ഉണ്ട്. പിന്നെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അവർ ചേരുന്ന സമയം എന്ന് പറഞ്ഞാൽ ഉച്ചരോടെ ഒരു 25 വയസ്സൊക്കെ ആകുമ്പോഴാണ് അവിടുത്തെ ആളുകൾക്കൊക്കെ തോന്നുന്നത് ദൈവവിളിയൊക്കെ അവർ നന്നായിട്ട് ആലോചിച്ച് പ്രാർത്ഥിച്ചൊക്കെ സമയമെടുത്താണ് ചേരുന്നത്. നമ്പർ കുറവാണ്, പക്ഷേ ക്വാളിറ്റി ഒരുവിധം നല്ല ക്വാളിറ്റിയുള്ള വൊക്കേഷൻസ് എന്ന് പറയാം. ഒരു സമയമെടുത്ത് ഡിസൈൻ ചെയ്തെടുക്കുന്ന തീരുമാനമാണ്. പിന്നെ അവിടുത്തെ യൂത്ത് ഒക്കെ ലൈക്ക് നമ്മളിങ്ങനെ എല്ലാവരും പറയുമല്ലോ അങ്ങോട്ടൊക്കെ പോയ യൂത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കില്ല, പള്ളി വരില്ല, അങ്ങനെയാണോ? അതെയോ നല്ല സ്പിരിച്വൽ ആയിട്ടുള്ള ആളുകളും ഉണ്ടോ? എങ്ങനെയാ? ഞാൻ ആയിരിക്കുന്ന സദേൺ ഇറ്റലി. അവിടെ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാർ, നമ്മുടെ അമ്മച്ചിമാരെ പോലെയൊക്കെ ജീവിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. യങ്സ്റ്റേഴ്സ് ആണെങ്കിലും അവരുടെ അസോസിയേഷൻ, അവരുടെ യങ്സ്റ്റേഴ്സിൻ്റെ പ്രെയർ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. അതിനകത്തൊക്കെ ഒത്തിരി ആക്റ്റീവായിട്ട് ചെയ്യുന്ന ഒരു 20-25ഓളം പേരുണ്ട്. അത് നമുക്കവിടെ വലിയൊരു കാര്യമാണ്. അതായത് യങ്സ്റ്റേഴ്സിന് ഫെയ്ത്തിൽ എന്ന് പറയുമ്പോഴും വേറൊരു ഭാഗത്ത് നമ്മൾ കാണിച്ചു തരികയാണ് അവർ സ്വപ്നം കാണാനും അവരുടെ സ്വപ്നങ്ങൾ കത്തോലിക്ക സഭയ്ക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ വിഷൻസ്. പലപ്പോഴും നമ്മളാണ് അതൊരു എക്സ്ക്യൂസായിട്ട് കാണുന്നത്. അവിടെ വൊക്കേഷനൊന്നുമില്ല, അതുകൊണ്ട് എന്ത് ചെയ്യാനാ, ഒന്നും ചെയ്യാനില്ല. അത് നമ്മുടെ ഒരു എക്സ്ക്യൂസാണ്, ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ള എക്സ്ക്യൂസാണ്. നേരെ മറിച്ച് അവിടെ ഉണ്ട്, ദൈവത്തെ ആഗ്രഹിക്കുന്ന ഒത്തിരി മക്കളുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനുള്ള മടി കൊണ്ടാണ് പലപ്പോഴും ഇങ്ങനത്തെ എക്സ്ക്യൂസിലേക്കൊക്കെ ഞങ്ങൾ വീഴുന്നത്. പക്ഷെ ഉണ്ട്, ഇഷ്ടംപോലെ പിള്ളേരുണ്ട്. ഓക്കെ. അവിടെ ഇങ്ങനെ യൂത്തിന് വേണ്ടിയിട്ടുള്ള ഫോർമേഷൻ പ്രോഗ്രാംസും അങ്ങനത്തെ ഗ്രൂപ്പ്സും അങ്ങനെയൊക്കെ നടക്കും. ചെറിയ ചെറിയ ധ്യാനങ്ങൾ. ഞാൻ ഗൈഡ് ചെയ്യുന്ന ഒരു ഫ്രാൻസിസ്കൻ ഗ്രൂപ്പാണ്. അപ്പോൾ ഫ്രാൻസിസിനെ പറ്റി പറഞ്ഞു കൊടുക്കുക, ഫ്രാൻസിസ് എങ്ങനെയായിരുന്നു, ഫ്രാൻസിസിൻ്റെ ജീവിതത്തെ പറ്റി പറഞ്ഞു കൊടുക്കുക, പാദ്രെ പിയോയുടെ ലൈഫിനെ പറ്റി പറഞ്ഞു കൊടുക്കുക. അങ്ങനത്തെ ഒക്കെ ചെറിയ ചെറിയ സെഷൻസ് ഒക്കെയാണ്. ഓക്കെ. അപ്പം അച്ഛൻ കുറേ നേരമായിട്ട് പാദ്രെ പിയോനെ കുറിച്ച് ഇങ്ങനെ വാദോരാതെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ വിശുദ്ധ പാദ്രെ പിയോയുടെ ലൈഫിൽ അച്ഛനെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു സംഭവം എന്താ? പാദ്രെ പിയോയുടെ തിരുമുറിവിനെ പറ്റിയൊരു സംഭവമാണ്. അതായത് ശരിക്കും നമുക്ക് തിരുമുറിവൊക്കെ ഒരു വലിയൊരു മിറക്കിളാണല്ലോ. അപ്പോൾ പാദ്രെ പിയോ അത് കിട്ടിയ സമയത്ത് പാദ്രെ പിയോയ്ക്ക് അത് വലിയൊരു ടെൻഷനാണെന്നാണ് പറയുന്നത്. ഇതെന്ത് ചെയ്യും ദൈവമേ, ഭയങ്കരമായിട്ട് സഫർ ചെയ്തൊരു ക്രൈസിസ്, വൊക്കേഷൻ ക്രൈസിസ് എന്നൊക്കെ പറയുന്നത് പോലെ പാദ്രെ പിയോയും ആ ഒരു ഡിഫിക്കൽട്ടി ടൈം പാദ്രെ പിയോയ്ക്കും ഉണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര ഇൻസ്പിറേഷനാണ്. കാരണം എനിക്ക് എന്തെങ്കിലും വൊക്കേഷൻ ക്രൈസിസുകളോ ചെറിയ ചെറിയ പ്രലോഭനങ്ങൾ വരുമ്പോഴും എന്നെക്കാളും വിശുദ്ധിയുള്ള ഒരു മനുഷ്യനും ഇതിലൂടെയൊക്കെ കടന്നുപോയി എന്നറിയുന്നത് അതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഞാനത് പിന്നെയും അന്ന് എഴുതിയ ലെറ്റേഴ്സ്, പാദ്രെ പിയോയുടെ സ്പിരിച്വൽ ഡയറക്ടേഴ്സിന് എഴുതിയ ലെറ്റേഴ്സ് ഇരുന്ന് വായിക്കും. അതെനിക്ക് ഒത്തിരി 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 സഹായിക്കുന്ന. അതായത് പാദ്രെ പിയോയുടെ ഒരു സെൻറ്റൻസ്, അത് ലാറ്റിനിൽ പറയാം, അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ പാദ്രെ പിയോ ഇങ്ങനെ നിരാശപ്പെട്ടിരിക്കുകയാണ്. പാദ്രെ പിയോയ്ക്ക് എന്താണെന്നൊന്നും മനസ്സിലാവണില്ല. പാദ്രെ പിയോ പറയുകയാണ്, എച്ചിയം സിയൊച്ചിദരിസ്മെ ഇൻതെസ്പെറാബോ. പാദ്രെ പിയോ പറയാണ്, നീ എന്നെ വേണമെങ്കിൽ എന്നെ കൊല്ലണമെങ്കിൽ കൊന്നോ, എങ്കിൽ പോലും തമ്പുരാനെ ഞാൻ നിന്നിലാണ് പ്രത്യാശ വയ്ക്കുന്നത്. അത് എനിക്ക് ഭയങ്കര ടച്ചിങ് ആണ്. നിനക്ക് എന്നെ വേണമെങ്കിൽ നശിപ്പിക്കാം, അതായത് ഇല്ലാതാക്കാം, പക്ഷേ ഞാൻ നിന്നിലാണ് ആശ്രയം വയ്ക്കുന്നത്. ആ ഒരു ഹോപ്പ്. ഇപ്പോൾ ഈ വർഷം ജൂബിലി വർഷമാണല്ലോ, ഹോപ്പിനെ പറ്റിയാണല്ലോ മാർപ്പാപ്പ നമ്മളോട് ചിന്തിക്കാൻ പറയുന്നത്. ഹോപ്പ് അതാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളുണ്ടാവാം, പക്ഷെ അവനുണ്ടാവും നമ്മുടെ ജീവിതത്തിൽ. ആ ഹോപ്പ് പാദ്രെ പിയോ എന്ന് എനിക്ക് പഠിക്കാൻ പറ്റിയത്. ഓക്കെ. അപ്പോൾ ആ ഒരു
പ്രത്യാശയിലാണ് അച്ഛന്റെ ലൈഫ് മുന്നോട്ട് പോകുന്നത്. അച്ഛൻ ഇപ്പൊ പറഞ്ഞു വത്തിക്കാന്റെ ഒക്കെ അടുത്താണെന്ന്. അപ്പൊ വത്തിക്കാനിൽ പോവാനും ഇപ്പൊ പുതിയ മാർപ്പാപ്പേനെ കാണാനൊക്കെയുള്ള അവസരങ്ങളൊക്കെ എങ്ങനെയാ? വത്തിക്കാനിൽ ഞാൻ പോയത്, അതായത് നാട്ടിലേക്ക് വരുന്നതിൻ്റെ ഒരു ദിവസം മുമ്പാണ്. അന്ന് വലിയൊരു അനുഗ്രഹം കിട്ടിയത് എന്നാന്ന് വെച്ചാൽ, പരിശുദ്ധ ഫ്രാൻസിസ് പിതാവിൻ്റെ ഫ്യൂണറലായിരുന്നല്ലോ. ഫ്യൂണറലിൻ്റെ സമയത്ത് അവിടുത്തെ ഒരു ഇറ്റാലിയൻ ചാനലിന് വേണ്ടിയിട്ട് അത് റിപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം എനിക്ക് കിട്ടി, ഇറ്റാലിയനിൽ റിപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള. അതിന് വേണ്ടിയിട്ട് ഭാഗ്യം ലഭിച്ചതുകൊണ്ട് മാർപ്പാപ്പയുടെ ആ ഫ്യൂണറൽ സെഷനെല്ലാം പങ്കെടുത്തതിന് ശേഷം പിറ്റേ ദിവസമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അന്നാണ് അവസാനമായിട്ട് വത്തിക്കാനിൽ പോയത്. പിന്നെ പുതിയ മാർപ്പാപ്പ എലക്ട് ചെയ്ത് ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ്. തീർച്ചയായിട്ടും വീട് അടുത്തായതുകൊണ്ട് അവിടെ നിന്ന് ഒരു 10 മിനിറ്റ് കഷ്ടിയുള്ളൂ വീടിനടുത്താണ്. ഉറപ്പായിട്ടും പോവും. ഒരു ആഞ്ചലൂസിനെങ്കിലും പോകണമെന്ന് ആഗ്രഹമുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ സെമിനാരിലേക്ക് തിരിച്ചു പോവുള്ളൂ, ആയിരിക്കുന്ന ആശ്രമത്തിലേക്ക് തിരിച്ചു പോവുള്ളൂ. അപ്പോൾ അതൊരു വലിയ അനുഗ്രഹമാണ്. അതെ, വലിയൊരു ബ്ലെസ്സിംഗ് ആണ് ഇത്ര അടുത്തൊക്കെ ഉള്ളതെന്ന് പറയും. അതെ. അച്ഛന്റെ ഇപ്പോഴത്തെ കമ്മ്യൂണിറ്റിയിൽ എത്ര വൈദികരാണുള്ളത്? നിങ്ങൾ എങ്ങനെയാ സേവനം ചെയ്യുന്നത്? ഞങ്ങളുടെ ഒരു വലിയൊരു കമ്മ്യൂണിറ്റിയാണ്. കാരണം അതൊരു പിൽഗ്രിം സെൻറ്റർ ആയതുകൊണ്ട് ഒത്തിരി അച്ഛന്മാരുടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഏകദേശം 18 പേര് കമ്മ്യൂണിറ്റി പെർമനൻറ്റ് മെമ്പേഴ്സാണ്. പിന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഞങ്ങളെ പല ലാംഗ്വേജിൽ നിന്ന് സഹായിക്കാനായിട്ട് ഒത്തിരി അച്ഛന്മാർ വരുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് മലയാളി അച്ഛന്മാരുണ്ട്, ആഫ്രിക്കയിൽ നിന്ന് അച്ഛന്മാരുണ്ട്. അങ്ങനെ ഒത്തിരി ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒത്തിരി അച്ഛന്മാരുണ്ട്. ഏകദേശം മൊത്തം ഒരു 35 അച്ഛന്മാരോളം ഞങ്ങൾ ആശ്രമത്തിലുണ്ട്. ഓക്കെ. അപ്പൊ +2 ഒക്കെ കഴിഞ്ഞാണല്ലോ സെമിനാരി ചേർന്നത്. പിന്നെ ഇറ്റലിക്കൊക്കെ പോയി. അപ്പൊ എപ്പോഴെങ്കിലും തിരിച്ചു പോരണായിരുന്നു, അല്ലെ എന്റെ ഡിസിഷൻ ഒരു റോങ് ആയിരുന്നു, അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? പിന്നെ അച്ഛൻ ഇപ്പത്തെ ഈ ഒരു ലൈഫിൽ ഹാപ്പിയാണോ? ഡിസിഷൻ തെറ്റായിരുന്നോ എന്ന് തോന്നിയിട്ടില്ല. അതായത് തെറ്റായിരുന്നു, തിരിച്ചു വരണം, അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. ഇത് തന്നെയാണോ, എന്തെങ്കിലും ചെറിയ പ്രലോഭനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കാത്ത രീതിയിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ചെറിയ ചെറിയ ദുഃഖങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും ചോദിച്ചിട്ടുണ്ട്, ദൈവം ഇത് തന്നെയായിരുന്നു എൻ്റെ വഴി, അതെല്ലാം തെറ്റിപ്പോയോ, ഞാൻ മനസ്സുകൊണ്ട് മെനഞ്ഞെടുത്ത സ്വപ്നങ്ങൾ മാത്രമായിരുന്നോ? അങ്ങനെ ഒത്തിരി മൊമെൻറ്റ്സ് വരും. പക്ഷേ അൾട്ടിമേറ്റ്ലി നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അന്ന് ആ പടി കയറിയപ്പോൾ തോന്നിയത്, അതായത് ഇതാണ് എൻ്റെ ലൈഫ് എന്ന് തോന്നിയ ആ ഒരു ചിന്ത ഉണ്ടാവും. അപ്പോൾ ആ ഡൗട്ടുകളും ആ മൊമെൻറ്റ്സ് ഞാൻ ജീവിക്കുമ്പോഴും കുറച്ച് നേരം ഒന്ന് ദൈവത്തിന് മുമ്പിൽ സക്രാരി തുറന്ന് അവിടെ ഇരിക്കും. അപ്പം എൻ്റെ ദൈവം തന്നെ എൻ്റെ പഴയ മെമ്മറീസിലേക്ക് കൊണ്ടുപോകും. ആ വന്ന് കയറിയ ആ ദിവസത്തിൽ ദൈവം എന്നോട് പറഞ്ഞത്, അതായത് ദിസ് ഈസ് യുവർ ലൈഫ് എന്ന് പറഞ്ഞ ആ ഒരു പ്രൊമിസ്, ആ ഒരു വാഗ്ദാനത്തിലേക്ക് ഞാൻ തിരിച്ചു പോകുമ്പോൾ ഈ മൊമെന്റ്സ് എല്ലാം ഓവർകം ചെയ്യാൻ പറ്റും. ഈ ഒരു ഒക്കേഷനിൽ അച്ഛൻ ഭയങ്കര ഹാപ്പിയാണ്. ഇതാണ് എൻ്റെ ലൈഫ്. ഞാൻ എത്ര നന്ദി പറഞ്ഞാലും തീരാത്ത അനുഗ്രഹമാണ് ദൈവം തന്നത്. ഇനി നമുക്ക് അഗെയിൻ അനദർ ലൈഫില്ല. പക്ഷേ ഇൻ കേസ് എനിക്കൊരു ലൈഫോടെ ചാൻസോടെ കിട്ടുവാണെങ്കിൽ ടു ബി എ പ്രീസ്റ്റ്, ടു ബി എ ക്യാപ്പുച്ചിൻ പ്രീസ്റ്റ്. അത്ര ഇഷ്ടമാണല്ലേ? ഓക്കെ അച്ഛാ. അപ്പൊ ഇന്നത്തെ യുവജനങ്ങൾക്കൊക്കെ ഒരു ഇപ്പം സെമിനാരി പോകണമെന്നോ അല്ലെ അച്ഛനാണെന്നൊക്കെ ആഗ്രഹം വന്നാൽ തന്നെ ഇത് ഞങ്ങൾ എടുക്കുന്ന ഡിസിഷൻ റൈറ്റ് ആണോ റോങ് ആണോ, അല്ലെങ്കിൽ ഈ റിലീജിയനും സ്പിരിച്വാലിറ്റിയും തമ്മിൽ ഒരു ക്ലാഷ് വരുന്നു, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ എന്താ അച്ഛന് പറയാനുള്ളത്? പേടിക്കാതിരിക്കുക. അതായത് ആ ശബ്ദം, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാനായിട്ട് ശ്രമിക്കുക. അത് നമ്മുടെ കാലഘട്ടത്തിൽ നമുക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ടാകുന്ന അവിടെയാണ്. അതായത് ആ ശബ്ദം കേൾക്കാതിരിക്കാനായിട്ട് സോഷ്യൽ മീഡിയാസ് ഉണ്ടാവും, ചിലപ്പോൾ വേറെ കൂട്ടുകെട്ടുകൾ, ഒത്തിരി നല്ലതല്ലാത്ത ഫ്രണ്ട്ഷിപ്സ് ഉണ്ടാവും. ഇതെല്ലാം ആ വിളിയെ കേൾക്കാതിരിക്കാനുള്ളൊരവസ്ഥ ഉണ്ടാക്കാം. അത് ഒഴിവാക്കുക. ആ വിളി കേൾക്കാനായിട്ടുള്ളൊരു ശ്രമം നടത്തുക. ആ വിളി കേട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് പുള്ളിക്കാരൻ ചെയ്തോളും, ഈശോ ചെയ്തോളും. ആ വിളിയിലേക്ക് എപ്പോഴും തിരിച്ചു വരിക. ഫ്രാൻസിസ് അസീസിയും ലോർഡ് വാട്ട് യു വാണ്ട് മീ ടു ഡു, ആ ഒരു ചോദ്യമായിരുന്നു, ഞാൻ എന്ത് ചെയ്യണം തമ്പുരാനെ. ആ ഒരു ചോദ്യം ഒരിക്കലും കെടുത്താതെ സൂക്ഷിക്കുക മനസ്സിൻ്റെ ഉള്ളിൽ. അതാണ് അച്ഛന് ഇന്നത്തെ യൂത്തിന് കൊടുക്കാനുള്ള ഒരു മെസ്സേജ്. അതെ അതെ അതെ. ഓക്കെ അച്ഛാ. അപ്പൊ ഈ നാട്ടിലാണെങ്കിലും സന്യാസവും പൗരോഹിത്യവും ഒക്കെ കുറേയേറെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്ന ഒരു സമയമാണിത്. അവിടെയും ഇങ്ങനെയൊക്കെ ഉണ്ടോ? അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പം അച്ഛന്റെ മനസ്സിലേക്ക് വരുന്ന ഒരു തോട്ട് എന്താണ്? നമുക്കറിയാം, പുരോഹിതൻ എന്ന് പറഞ്ഞാൽ പുരോഹിതന് ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഉണ്ട്. പുരോഹിതൻ ക്രിസ്തുവിൻ്റെ രാജത്വത്തിലേക്ക് വിളിക്കപ്പെട്ടവനാണ്. പുരോഹിതൻ ബലി അർപ്പിക്കുന്നവനാണ്.
പല കാലഘട്ടത്തിൽ ഈ പല ഫേസസ് നമ്മൾ ജീവിച്ചു. ഇന്ന് പുരോഹിതൻ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടത് ബലിയാടാവാൻ വിളിക്കപ്പെട്ടവനാണ്, ഒരു പ്രൊഫറ്റിക് വോയിസ് ആവാനായിട്ട് വിളിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് കേൾക്കുമ്പോൾ ഇങ്ങനത്തെ ഒത്തിരി അലിഗേഷൻസ് ഒക്കെ കേൾക്കുമ്പോൾ ഒത്തിരി സങ്കടമുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു എൻ്റെ വിളി ഒരു പുരോഹിതൻ എന്ന രീതിയിൽ എൻ്റെ വിളി ബലിയാടാവാനായിട്ടാണ്, ഒരു പ്രവാചക ദൗത്യത്തിന് വിളിക്കപ്പെട്ടവനായതുകൊണ്ട്. അപ്പോൾ ആ ഒരു വിളി മുന്നോട്ട് കൊണ്ടുപോകാനാണ് എൻ്റെ ദൗത്യം എന്നാണ്, എൻ്റെ മിഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ അലിഗേഷൻസ് ഒക്കെ വരുമ്പം അത് ശരിക്കും എന്ന് വെച്ചാൽ റിലവൻ്റ് ആണോ അല്ലയോ അങ്ങനെ ഒരു സംഭവം നമുക്ക് എല്ലാവർക്കും തോന്നുമല്ലോ, പൊതുജനങ്ങൾക്കൊക്കെ. അപ്പൊ അതിനോട് അച്ഛൻ എങ്ങനെ പ്രതികരിക്കുന്നു? ട്രൂത്തിനെ സ്നേഹിക്കുക, അതായത് സത്യത്തെ സ്നേഹിക്കുക. സത്യം ഉണ്ടെങ്കിൽ ഓക്കെ, ഇങ്ങനെ എന്തെങ്കിലും കേസസ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് സത്യമാണെങ്കിൽ യെസ്, ജസ്റ്റിസ് അതാണ്. അതായത് പ്രീസ്റ്റോ വഴി തെറ്റിയവൻ ആരാണെന്ന് വെച്ചാൽ അയാളുടെ നിയമത്തിന് മുൻപിൽ വരേണ്ടതാണ്. അത് ഒരു ജസ്റ്റിസിൻ്റെ ഭാഗമാണ്. നേരെ മറിച്ച് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ഇങ്ങനെ വീഴാതിരിക്കുവാനായിട്ട്, പുരോഹിതന്മാരുടെ കാലിടറാതിരിക്കുവാനായിട്ട് ക്രൈസ്തവ സമൂഹം മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കേണ്ട സമയം, പ്രവാചകന് വഴി തെറ്റാതിരിക്കാനായിട്ട് പ്രവാചക ഗണം പ്രാർത്ഥിക്കേണ്ട സമയം. അത് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക കൂടുതലായിട്ട്. അപ്പോൾ അതാണ് ഒരു മെസ്സേജ് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം. അവസാനമായിട്ടൊരു കാര്യം കൂടി ചോദിക്കട്ടെ. ഒരു പുരോഹിതനായിട്ട് നമുക്ക് കേരളത്തിൽ അല്ലെ ഇന്ത്യയിൽ ശുശ്രൂഷ ചെയ്യാനാണോ അത് ഇറ്റലിയിൽ ശുശ്രൂഷ ചെയ്യാനാണോ അച്ഛന് ഇഷ്ടപ്പെടുന്നത്? രണ്ടിടത്തും ചെയ്യാൻ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഉള്ള വിശ്വാസത്തെ മുൻപോട്ട് കൊണ്ടുപോകാനുള്ള ഒരു വിളിയാണ് പുരോഹിതൻ്റെ. അവിടെ എന്ന് വെച്ചാൽ വിശ്വാസം ഉണ്ടായിരുന്ന ഒരു ജനതയാണ് ഇറ്റലിയിലെ സമൂഹം. പക്ഷെ ആ വിശ്വാസം കെട്ടുപോവുക. അപ്പോൾ ആ വിശ്വാസത്തെ മുറുകെ പിടിക്കാനായിട്ട് സമൂഹത്തെ പഠിപ്പിക്കേണ്ട ഒരു ചുമതല കൂടെ ഒരു പുരോഹിതനുണ്ട്. വിളവേറെ വേലക്കാർ വളരെ ചുരുക്കമായിട്ടുള്ളൊരു സമയമാണ് ഇറ്റലിയിൽ. അപ്പോൾ അവിടെ ജോലി ചെയ്യാൻ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ എനിക്കിവിടെ ചെയ്യാനും ഒത്തിരി നല്ല സന്തോഷം മാത്രമേ ഉള്ളൂ. അവിടെയാണെങ്കിൽ ഇഷ്ടംപോലെ കാര്യങ്ങൾ തമ്പുരാൻ ചെയ്യാൻ വിളിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടിടത്തും ഹാപ്പിയാണ്. ആ രണ്ടിടത്തും ചെയ്യാനും ഇഷ്ടം പോലെയുണ്ട്. എപ്പോഴെങ്കിലും ഇങ്ങോട്ട് തിരിച്ചു വന്ന് ചെയ്യേണ്ടി വന്നാൽ അച്ഛൻ അതിനെ ഒരു സന്തോഷത്തോടെ തിരിച്ചു വരും. ആ ഒരു വിളി ഉണ്ടായാൽ തീർച്ചയായിട്ടും തിരിച്ചു വരും. പുരോഹിതന് ചോയ്സസുകളില്ല. പുരോഹിതന്റെ ഏക ചോയ്സ് ദൈവം. അപ്പോൾ ദൈവത്തിന്റെ ചോയ്സസ് ആണ് പുരോഹിതന്റെ ചോയ്സ്. അച്ഛനോട് ഇങ്ങനെ കുറെ സംസാരിച്ച് അച്ഛൻ്റെ ഇറ്റലിയിലുള്ള മിഷനെ കുറിച്ചും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അറിയാനായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും സാധിച്ചു. വിശുദ്ധ ഫ്രാൻസിസ് അസീസിനെ പോലെയും വിശുദ്ധ പാദ്രോപ്പിയോനെ പോലെയൊക്കെ ഒരു വിശുദ്ധനായ വൈദികനായി ജീവിക്കാൻ അച്ഛന് സാധിക്കട്ടെ. ഇനി തിരിച്ചു പോയിട്ട് അവിടുത്തെ ഓരോ മിനിസ്ട്രീസിലും വളരെ കർത്താവിനെ എല്ലാവർക്കും കൊടുക്കാനായിട്ടുള്ള ആ ഒരു കാര്യം അച്ഛന് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും ഇനി പ്രാർത്ഥിക്കുന്നതായിരിക്കും. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ഫാദർ ഫ്രാൻസിസ്കോ ആണ്. അച്ഛൻ്റെ തിരുപ്പട്ട ശുശ്രൂഷകളൊക്കെ കഴിഞ്ഞ് അടുത്ത ആഴ്ച ഇറ്റലിയിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ അച്ഛൻ്റെ അവിടുത്തെ മിനിസ്ട്രിക്കും അച്ഛൻ്റെ ഓരോ ശുശ്രൂഷകൾക്കും നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ആവശ്യമുണ്ട്. നമുക്ക് എല്ലാവർക്കും അച്ഛന് വേണ്ടിയിട്ടും അച്ഛൻ്റെ അവിടുത്തെ പ്രൊവിൻസിന് വേണ്ടിയിട്ടും ഓരോ ശുശ്രൂഷകൾക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. ട്യൂസൻ്റെ ഈ ആഴ്ചത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ചയിൽ തിരഞ്ഞെടുക്കപ്പെട്ട മറ്റൊരാളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി.